Again, good morning and welcome to TFT. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് 1 യോഹന്നാൻ 2:2 ഇനി 3 വായിക്കുക. 1 John chapter 2 verse 3 onwards. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കും. സ്നേഹത്തിലുള്ള അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം കേട്ടോ. 1 ശമൂവേലിൽ വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ഞാൻ പിന്നീട് വായിച്ച് കേൾപ്പിക്കും. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളെക്കാളും കർത്താവ് വിലമതിക്കുന്നത് നമ്മുടെ സ്നേഹത്തിലുള്ള അനുസരണം. അല്ല നമ്മൾ കിടന്നുകൊണ്ട് ഒത്തിരി തലയെ കുത്തി ഇരുന്നുകൊണ്ട് ഒത്തിരി അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് സ്നേഹമില്ലെങ്കിൽ കർത്താവ് ഇംപ്രസ്ഡ് ആകത്തില്ല. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്നും നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം, അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നു എന്ന് തീർച്ചയാക്കാം. ഇപ്പോൾ കർത്താവിനെ നാം അറിയുന്നത് പറയുമോ, അല്ലെങ്കിൽ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് എന്താ? ഞാൻ കർത്താവിനെ അനുസരിക്കും. ആ സ്നേഹത്തിൽ എനിക്ക് കർത്താവിനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് കർത്താവിൻ്റെ പ്രസാദകരമായ ജീവിതം നയിക്കണം. കാരണം എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞത്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷയേറ്റാണ്. എന്തിനാ? എന്നെ രക്ഷിക്കാൻ. അതാ യോഹന്നാൻ ആദ്യം പറഞ്ഞത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. യേശുക്രിസ്തു മാത്രമേ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അതിൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ യേശുക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്ത് എൻ്റെ പാപങ്ങൾ മോചിച്ചു. അതിനോടുള്ള നന്ദിയാണ് എൻ്റെ ജീവിതം. നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ ആപത്തിൽ നിന്നും സ്വന്തം ജീവൻ കളഞ്ഞ് നമ്മളൊരാൾ രക്ഷിക്കുക, അയാൾ അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ വെള്ളത്തിൽ പോയി, അപ്പോൾ നമ്മളെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ച് കഴിഞ്ഞാൽ ഈ ആളങ്ങ് വെള്ളത്തിൽ പോയി മരിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് ആ ആളിനോട്, ആ കുടുംബത്തിനോട് എന്തുമാത്രം സ്നേഹവും നന്ദിയും കടപ്പാടും ഉണ്ടാവും. നമുക്കൊരു തിരിച്ചറിവുണ്ടാവും, ഇല്ലേ? എൻ്റെ ഈ ജീവിതം അദ്ദേഹത്തിന് കടപ്പെട്ടോ, അല്ലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കടപ്പെട്ടോ. നമ്മളവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുകയില്ലേ? നമുക്ക് അതിനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനും റെഡിയല്ലേ, എന്തിനും. അപ്പം പിന്നെ കർത്താവ് നമുക്കൂടി ചെയ്ത് റിയലൈസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു അതിൻ്റെ ബേസിൽ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്തത്. നമുക്ക് ഇപ്പോഴും കർത്താവ് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലെന്ന് തന്നെ ഇപ്പോഴും അറിയത്തില്ല. അല്ലെങ്കിൽ ചെറുപ്പം പോലെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു, ഉണ്ടായിരിക്കുക ഇല്ലായിരിക്കുക. ഇനി ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം വരണ്ട, അതുകൊണ്ട് പള്ളിയിൽ പോയേക്കാം. ഇനി അഥവാ എങ്ങാനും അടങ്ങാണ്ട് സ്വർഗ്ഗവും നരകമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതും കൂടി ഇരുന്നോട്ടെ. അങ്ങനെയുള്ള ആത്മീയതയല്ല ഞാനീ പറയുന്നത്. യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ആ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എ ഡീപ്പ് റൊമാൻറ്റിക് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ദാവീദ് പറയാ, ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കുക, അത് തന്നെ ആഗ്രഹിക്കുക. സങ്കീർത്തനം Psalms 27. ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കുക, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുക, എനിക്കെങ്ങനെ മനോഹരത്വം കാണണം. കർത്താവിനോട് പറയാം, ഐ വോണ്ട് ടു സീ യുവർ ബ്യൂട്ടി ആൻഡ് ഐ വോണ്ട് ടു ഡ്വെൽ ഇൻ യുവർ പ്രസൻസ് ത്രൂ ഔട്ട് ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എനിക്കെങ്ങനെ സന്നിധിയിൽ വസിക്കണം എൻ്റെ ജീവിതകാലം മുഴുവൻ. നിങ്ങളുടെ ആലയം എന്നാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. ഇന്ന് കർത്താവ് നമ്മളിൽ തന്നെ വസിക്കുക, നമ്മൾ തന്നെ കർത്താവിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കണം. ഓർത്തു നോക്കി, ദാവീദ് രാജാവാണ്. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം തലേ കിടക്കുക. നമുക്ക് പലപ്പോഴും പറ്റുന്നതല്ലേ? ഒരു പണിയില്ലാതെ കഴിഞ്ഞ പ്രാവശ്യം പറയാം, ഒരു പണിയില്ലാതെ ലൂക്ക് അടിച്ച് നടക്കുമ്പോൾ ആ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ഒന്നിനും നല്ലൊരു ജോലി തരും, അല്ലെ നല്ലൊരു പ്രൊമോഷൻ തരും, അല്ലെ പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമുക്ക് സമയം, നമ്മുടെ അനുഗ്രഹം തന്നെ പലപ്പോഴും തടസ്സം. അതുകൊണ്ട് ആ പത്രോസിന്റെ കർത്താവ്, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, അതോ ഞാൻ തന്ന ഈ അനുഗ്രഹം എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി? കുറ്റബോധം മാറാൻ സാക്ഷ്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അല്ലെ കർത്താവ് ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എടുത്തു പറഞ്ഞാലൊന്നും നമ്മൾ അതൊക്കെ നമ്മുടെ കുറ്റബോധം മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം വാസ്തവത്തിൽ നാം ചെയ്യേണ്ടതും നമ്മൾ സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, കർത്താവിനോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ മാറ്റങ്ങൾ വരുന്നില്ല, മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നില്ല, കൂട്ടായ്മ ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ എല്ലാം കുറ്റബോധം മാറാനായിട്ട് നമ്മൾ എന്നെ ചെയ്യുന്നില്ല, കിട്ടുമ്പോൾ നമ്മൾ സാക്ഷ്യം പറഞ്ഞോണ്ടിരിക്കും.
തേർഡ്, നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്നും നാം അവനെ അറിയുന്നു തീർച്ചയായിട്ടും. അപ്പോൾ കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ അനുസരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, നമുക്കൊരാളോട് സ്നേഹമുണ്ട്, നമ്മൾ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യും? നമുക്കെപ്പോഴും അവരുടെ ആ ഒരു പ്രസൻസ് നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവരുമായിട്ട് എത്ര സമയം ഇരുന്നാലും നമുക്ക് മതി വരുത്തും. ഫെലോഷിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ സ്നേഹബന്ധമില്ലാത്തതുകൊണ്ടാണ് പ്രാർത്ഥന നമുക്ക് മടുക്കുന്നത്. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നിൽ റെപ്പറ്റീഷൻ, അല്ലെങ്കിൽ കാണാൻ പഠിച്ച ഒരു മന്ത്രം പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറ്റബോധം മാറാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പോയി. രാവിലെ എന്നിട്ട് കോഫി കുടിക്കുന്നതിലൊരു ഭാഗമായി പോയി. കോഫി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല, എന്തോ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചില്ല, എന്തോ ഒരു കുറവ്. ആ എന്തോ ഒരു കുറവിനായിട്ട് പ്രാർത്ഥിക്കില്ല കേട്ടോ. ആ ദാവീദ് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡോട് വാ. ദാവീദിനെ കുറിച്ച് കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിന് ചോദിച്ച മനുഷ്യൻ എന്ന് പറയുന്നറിയാം. ദാവീദ് ഒത്തിരി കുറവുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, ഒന്നാം സ്ഥാനം, അത് ദാവീദ് കോംപ്രമൈസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഐ വോണ്ട് ടു സീ യുവർ ബ്യൂട്ടി ആൻഡ് ഐ വോണ്ട് ടു ഡ്വെൽ ഇൻ യുവർ പ്രസൻസ് ത്രൂ ഔട്ട് ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അതാണ് ശരിക്കുള്ള ബന്ധം, സ്നേഹത്തിനുള്ള ബന്ധം എന്ന് പറയുന്നത്. ദാവീദ് രാജാവാകാനോ അല്ല രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയൊന്നുമല്ല ആ ഒരു റിലേഷൻഷിപ്പ്. ദാവീദിന് കർത്താവിനെ അത്ര പ്രിയമായി. പഴയ നിയമത്തിൽ ഒരു ആളാണ് ദാവീദ്. നമ്മൾ നിൽക്കുന്ന പുതിയ നിയമത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഉള്ളിലാണ്. ദാവീദിൻ്റെയൊക്കെ കൂടെ, ദാവീദിൻ്റെ മേൽ പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്, അഭിഷേകം എന്നാണ് പറയുന്നത്, നമ്മുടെ അകത്താണ്. ഭയങ്കര വ്യത്യാസം കേട്ടോ കർത്താവിനെ.